എസ് ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സ്വാദിഷ്ടമായ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വരും വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് വെക്കാൻ പോകുന്നത് സാധാ ഒരു ചിക്കൻ കറിയാണ്. അതിനാവശ്യമായ സാധനം ഒരു തക്കാളി, 3 സവാള, കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ആദ്യമായി നമ്മൾ സവാള എടുത്ത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അത് കട്ട് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ, ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറയുന്നത്. അതേപോലെ തന്നെ തക്കാളി ചെറുതായിട്ട് കട്ട് വയ്ക്കുക. സവാള എല്ലാം ചെറുതായി കട്ട് ചെയ്ത് വെക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതയ്ക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിനകത്ത് നമ്മൾ തൊലി ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി കട്ട് ചെയ്ത് അതിനകത്ത് ഇടുക. ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് ഇടുക. പിന്നെ പച്ചമുളക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടിയിട്ട് നല്ലതുപോലെ ചതച്ച് എടുക്കുക. അതുപോലെ നമ്മൾ ഇത് തല്ലുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, മുഖത്തൊന്നും പറ്റാതെ നോക്കിക്കൊള്ളണം. ഞാൻ ഇപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന പോലെ നിങ്ങൾ ചതച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി എടുത്ത് ചെറുതായിട്ട് അരിയുക. എല്ലാവരും വീട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, വീട്ടിൽ എങ്ങനെ കറി വയ്ക്കുമ്പോൾ നമ്മൾ തക്കാളി അരിയുന്നു. അതുപോലെ തന്നെ നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നല്ലതുപോലെ വൃത്തിയാക്കുക. നമുക്കിവിടെ ചിക്കൻ തോലോട് കൂടിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ തോലൊക്കെ എടുത്ത് കളഞ്ഞ് അതിൻ്റെ കൊഴുപ്പും അഴുക്കും ഈ രക്തത്തിൻ്റെ ഇതൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കുക. നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. 2-3 വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക. നമുക്കിവിടെ ചിക്കൻ്റെ പീസ് വലുതായിട്ടാണ് കട്ട് ചെയ്ത് കിട്ടുന്നത്. അതുകൊണ്ട് വലിയ കഷ്ണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഇടുക. ഇപ്പം നമ്മളിതിൽ നോക്കുമ്പോൾ 5-6 പേരുണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്തിടുന്നത്. നിങ്ങളെ വീട്ടിൽ എത്ര പേരുണ്ടോ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ചിക്കൻ കട്ട് ചെയ്ത് എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുക. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നല്ലതുപോലെ വെള്ളം കളഞ്ഞ് പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം.
അടുത്തതായിട്ട് നമ്മളെ അടുപ്പിൽ നമ്മൾ കറി വയ്ക്കുന്ന പാത്രം വയ്ക്കുക. നമ്മളിവിടെ ഒരു ചെറിയ ചരുവത്തിലാണ് കറി വയ്ക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ചരുവം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ ഒന്ന് ഇതായി തീരുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ഓയിൽ യൂസ് ചെയ്യുന്നോ അത് ആവശ്യത്തിന് യൂസ് ചെയ്യുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എണ്ണ ചൂടാവണ വരെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് അതിലോട്ട് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇടുക. അത് കുറച്ച് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇടുക. നമ്മൾ സവാള ഇതൊക്കെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. കയ്യിലൊക്കെ എണ്ണ വീഴാതൊന്ന് നോക്കിയാൽ നമുക്ക് നല്ലത്. ഈ സവാള ഇട്ടതിന് ശേഷം നമ്മളിവിടെ ലേശം ഉപ്പിട്ടിട്ടാണ് നമ്മൾ ഈ സവാള ഇന്ന് ഇളക്കി കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് പാകമായതിന് ശേഷം അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ഇട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക, വഴറ്റിയെടുക്കുക. അങ്ങനെ നമ്മളെ ചിക്കനുള്ള സവാള അങ്ങ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മളെ ചിക്കൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള എല്ലാം കൂടി ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഒന്ന് ചെറുതായിട്ട് പാകമായതിന് ശേഷം അതിലോട്ട് നമ്മൾ ശകലം ആവശ്യത്തിന് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിലോട്ട് നമ്മൾ വെള്ളമൊഴിച്ച് മൂടി വയ്ക്കേണ്ടത്. അത് ഒരു ചിക്കൻ അത് ആവശ്യത്തിന് ഒന്ന് പിന്നെ ഒരു കാര്യം, ഇത് നമ്മൾ മസാല ഇടുന്ന സമയം ഇളക്കാൻ വേണ്ടി മറക്കാൻ പാടില്ല, അല്ലെങ്കിൽ മസാല അടിയിൽ പിടിക്കും. പിന്നെ അതിലോട്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി നമ്മളെ ആവശ്യത്തിന്, അത് വീട്ടിൽ വെക്കുന്നതല്ലായിരിക്കും. ഞാൻ കറിയിൽ എത്ര ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടണമെന്ന് അറിയാം. നമ്മൾ ഇപ്പോൾ ഒരു ഒന്നര അടപ്പ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ മസാല എടുത്ത് അതും കൂടി ഒന്ന് മാറ്റിക്കൊടുക്കും. അത് ആവശ്യത്തിന് ചിക്കൻ മസാല ഓരോരുത്തരുടെ ആവശ്യത്തിന് അതിൻ്റെ 2-3 കരണ്ടി ആവശ്യത്തിന് ചിക്കൻ മസാല ഇട്ടതിന് ശേഷം കൂടി അതിലോട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കുരുമുളക് പൊടി കുരുമുളക് പിന്നെ എരി കൂടുതൽ ആവശ്യമുള്ളവർ കുരുമുളക് പൊടി യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് കുരുമുളക് പൊടി വേണ്ടെന്ന് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ തൊട്ട് നമ്മളെ ഗരം മസാല ആവശ്യത്തിന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ഇളക്കി ഒരു ചെറിയ പാകമായി തീരുമ്പോൾ അതിലോട്ട് നമ്മളെ മസാല എല്ലാം ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയുള്ള പാകമായി തീരുമ്പോൾ അതിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക. നമ്മളെ ആവശ്യത്തിനുള്ള വെള്ളം. ഇപ്പോൾ കറി കുറച്ച് കട്ടിയായിട്ട് വെക്കുന്നുള്ളവർക്ക് അങ്ങനെ വയ്ക്കാം. അല്ലാതെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടുതൽ വെച്ച് കറി നമുക്ക് ചെയ്യും. പിന്നെ ഇതൊന്ന് കൂടി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അടച്ച് വയ്ക്കാം. ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അടച്ച്
ബാക്കി ഉപ്പ് പിന്നെ അതെ നമ്മുടെ കറി അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള